എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. നമസ്കാരം. നമസ്കാരം. എന്തരാണല്ലേ? ഇന്നലെ അനിൽകുമാർ അയ്യപ്പൻ വളരെ മോശം പെർഫോമൻസ് അല്ലേ ഇതിൽ നടത്തിയത്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? വളരെ അതായത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്ന സാധനമൊക്കെ വന്നിട്ട് അനിൽകുമാർ അയ്യപ്പൻ പറയാനൊക്കെ അത് ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള അയാളുടെ പേരെന്താ രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ പറയാന്ന് വെച്ചാൽ അതൊക്കെ വളരെ വീക്ക് ആർഗ്യുമെന്റ് അല്ലേ? സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അല്ലല്ല, എന്താശയാണ് വീക്കാരെന്ന് പറഞ്ഞത്? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. കോടതിയൊക്കെ ഇന്ത്യയിലെ കോടതികളൊക്കെ ഖുർആൻ നിരോധിച്ചെന്നൊക്കെ പറഞ്ഞ നോണ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടും. ഇന്ത്യയിലെ കോടതികൾ ഖുർആൻ നിരോധിച്ചെന്ന് അങ്ങനെയാണോ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത്? ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ഇനി മുമ്പോട്ട് പോയാൽ തിരിച്ചു പോക്ക് പ്രയാസമാണ്. ഇന്ത്യയിൽ ഏതൊരു കോടതി നിരോധിച്ചെന്നല്ലേ പുള്ളി പറഞ്ഞത്? ഖുർആൻ നിരോധിച്ചെന്നല്ലേ പറഞ്ഞത്? ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാവോ? സഭ അബ്ദുള്ള ബാസിൽ ഒന്ന് കേൾപ്പിക്കാവോ? ഈ 157 ആയത്തുകൾ ഖുർആനകത്ത് നമ്മുടെ ഇന്ത്യയിലെ ഒരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ പറഞ്ഞ സ്ത്രീയല്ലേ? അങ്ങനെയൊന്നുമില്ല, പറയട നാട്ടുകാരോട്. ഇതിന്റെ തെളിവ് കൊടുക്കുന്നുണ്ടല്ലോ. രാഹുൽ ഈശ്വറിന് ആ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. എന്നാ പിന്നെ പേടിക്കണ്ട. ചോദിച്ചത് രാഹുൽ ഈശ്വറിനോട് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇപ്പൊ കാണണോ? ഞാൻ പ്രസന്റ് ചെയ്യാം. കാണണോ? നിങ്ങൾക്ക് കാണണോ? കാണാം. കണ്ടോളൂ. ഇപ്പം ലിങ്ക് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഇട്ട സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏത് സൈറ്റിൽ ഇട്ടത് എന്നുള്ളത്. നല്ല വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. നല്ല അടിപൊളി സംഗീത നല്ലത് ഉടളങ്ങാ വിഴുങ്ങി അങ്ങ് ചത്തൂടേച്ചായ. അതായത് നിങ്ങൾ കുറച്ച് ഇന്റലക്ച്വൽ ഹോണസ്റ്റി കാണിക്കണം. പൈസകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സംഖ്യകളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണോ ഒരു കാര്യം കാണിക്കുന്നത്? പൊന്നാര സഹോദര, ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. നിങ്ങൾ ക്ലബ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല, യൂട്യൂബ് ലൈവിൽ വീഡിയോയിൽ വന്ന് സംസാരിക്കില്ല. അപ്പോഴാ നമ്മളിട്ട് സ്ക്രീനിലിട്ട് കാണിക്കും. പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. ഇത് സംഖ്യകളുടെ വെബ്സൈറ്റ് ആണ്, ഇത് സംഖ്യകളുടെ നരേഷൻ പുഷിംഗ് ആണെന്ന് നമ്മൾ ചോദിക്കൂലേ, നമ്മൾ പറയൂലേ? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവാണ്. എവിടെ ജഡ്ജ്മെന്റ്? എവിടെ? എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. രാഹുൽ ഈശ്വറിനോട് ചോദിച്ചാൽ മതി. അത് അനിൽകുമാർ അയ്യപ്പൻ അവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പം ജഡ്ജ്മെന്റ് കോപ്പി എങ്ങാനും ലിങ്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യാൻ നോക്കും. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എന്റെ കോപ്പി അത് പറഞ്ഞ ആള് രാഹുൽ ഈശ്വറിന് കൊടുത്തിട്ടുണ്ടെന്നേ. ആ കോപ്പി ഒന്ന് സ്ക്രീനിൽ കാണിക്കും. അനിൽകുമാർ അയ്യപ്പൻ പ്രസന്റായില്ലാണ്, എന്റെ കയ്യിലില്ല. അടിപൊളി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പുള്ളി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ. പുള്ളി ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അത് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ആംബിയർ ഇല്ലാത്ത എന്റെ അകലകലാവല്ലഭൻ. പക്ഷെ വകടിരിവ് വട്ടപൂജ്യം. നബീലെ ആര് തിരുത്തി? ഞാൻ തിരുത്തിയോ? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ബഹളം വെക്കാതെ ഞാൻ സംസാരിക്കുന്ന അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. അപ്പൊ 24 ഒച്ചേമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഞാൻ തിരുത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് വാര്യർ, ഇതാണ് വാര്യർ. ബഹളം വെക്കാം. പുള്ളിക്ക് കയറി വരാം. പ്രത്യേകിച്ച് അബ്ദുള്ള ബാസിലിനെയും നബീൽ മൊയ്തീനെയും ഞങ്ങൾ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം.